ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അവിയലാണ്. അവിയലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലുള്ള കഷ്ണങ്ങളെ കൊണ്ടുള്ള ഒരു അവിയൽ. അപ്പോൾ അതിനായിട്ട് ഇവിടെ ചേനയും കായൊന്നും ഇരിപ്പില്ല. അപ്പോൾ ഉള്ളതുകൊണ്ട് ഒരു നല്ലൊരു അവിയൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എൻ്റെ കയ്യിലുള്ള കഷ്ണങ്ങളെന്ന് പറഞ്ഞാൽ ഒരു ചൊരക്കയുണ്ട്, 2-3 ക്യാരറ്റ് ഉണ്ട്, 2 മുരിങ്ങക്കായ ഉണ്ട്, കുറച്ച് ബീൻസ് ഉണ്ട്, കുറച്ച് അമരക്കായ ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു അതുകൊണ്ടൊരു നല്ലൊരു അവിയൽ ഉണ്ടാക്കാം. അത് നിങ്ങളെയും കൂടി കാണിക്കാമെന്ന് വിചാരിച്ചു. ഞാനിതാ കഷ്ണങ്ങളെല്ലാം നുറുക്കി വെച്ചു കേട്ടോ. ഇനി നമുക്ക് അവിയലുണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ഒന്ന് അടി പിടിക്കാണ്ടിരിക്കാൻ വേണ്ടി, സ്റ്റീലിൻ്റെ ചീഞ്ചട്ടിയാണല്ലോ, അടി പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു എന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ കഷ്ണങ്ങളൊക്കെ കഴുകി നമ്മുടെ ചീഞ്ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു, 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തു. ഇനി നമുക്കൊന്ന് ഇളക്കണതിന് പകരം നമുക്കൊന്ന് ഇങ്ങനെ കുടഞ്ഞിടാം. കുടഞ്ഞതിന് ശേഷം നമ്മൾ ഒട്ടും വെള്ളം ഒഴിക്കണില്ല കേട്ടോ. കഴുകിയെടുത്ത വെള്ളം കൊണ്ട് തന്നെ നമ്മുടെ കഷ്ണം വെന്ത് കിട്ടും. അതിനായിട്ട് അടച്ച് വെക്കുക, സ്റ്റൗ സിമ്മിലാക്കി വെക്കുക. ഇവിടെ 1 കപ്പ് തൈരാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. പിന്നെ 1 കപ്പ് നാളികേരം ചിരകി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 3 പച്ചമുളക് എടുത്ത് വെച്ചിട്ടുണ്ട്, നല്ല എരിവുണ്ട്. അപ്പോൾ അത് എരിവനുസരിച്ച് ചേർക്കുക. 1 സ്പൂൺ ജീരകം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ജീരകം ആദ്യം മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മുടെ പച്ചമുളക് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ ചിരകി വെച്ച് നാളികേരം കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഒന്ന് പൊടിച്ചെടുത്താൽ മതി, ഒട്ടും വെള്ളം ഒഴിക്കണ്ട, ഒന്ന് ചതച്ചെടുക്കേ വേണ്ടൂ. ഇതാ ഈ പരുവത്തിൽ മതി കേട്ടോ. ഇതേപോലെ ചതച്ച് വയ്ക്കുക. ഇപ്പം ഇനി നമ്മുടെ കഷ്ണം വെന്തോ നോക്കാം. അപ്പം നമ്മുടെ കഷ്ണം പകുതിയൊക്കെ വെന്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നാളികേരം ചതച്ച് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. പതുക്കെ ഇളക്കിയാൽ മതി, കഷ്ണങ്ങൾ പൊട്ടാതെ പതുക്കെ ഇളക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ നാളികേരം ചേർത്ത് നമ്മൾ ഇളക്കി കൊടുത്തു. ഇനി നമുക്ക് ഒന്നും കൂടെ ഒന്ന് വേവിച്ചെടുക്കണം, എന്നാലേ കഷ്ണം നല്ലോണം വേവണമല്ലോ. അപ്പോൾ ഒന്നും കൂടെ നമുക്ക് ഒരു 5 മിനിറ്റ് കൂടി അടച്ച് വയ്ക്കാം. അപ്പോൾ സ്റ്റൗ സിമ്മിൽ തന്നെ വെച്ചേക്കണം കേട്ടോ. നമുക്ക് തുറന്ന് നോക്കാം. 5 മിനിറ്റ് കഴിഞ്ഞു. നമ്മൾ അടിച്ച് വെച്ച് തൈര് ചേർത്ത് കൊടുക്കാം. അപ്പോൾ തൈര് ചേർത്ത് കൊടുക്കുകയാണ്. തൈര് ചേർത്തിട്ട് നമ്മൾ ആദ്യം ഒന്നും വേവിക്കാൻ പാടില്ല. തൈര് ചേർത്തതിന് ശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മതി. തൈര് ചേർത്തിട്ട് ഒന്ന് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക. തൈര് എല്ലായിടത്തും ആവണ പോലെ ഒന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മതി. അപ്പോൾ തന്നെ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ തൈര് ചേർത്ത് കൊടുത്ത് ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ നമ്മുടെ കറി തയ്യാറായി. ഞാൻ സ്റ്റവ് ഓഫ് ചെയ്തു. ഇനി നമുക്ക് അതിലേക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നല്ല പച്ച വെളിച്ചെണ്ണ, നല്ല മണമുള്ള പച്ച വെളിച്ചെണ്ണ കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ അവിയൽ തയ്യാറായി. അപ്പോൾ ഞാൻ ഇതാ 1 സ്പൂണ് പച്ച വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുത്തു. നമ്മുടെ അവിയൽ തയ്യാറായിട്ടോ. ഇതിപ്പോൾ കായം ചേനയൊന്നും ചേർക്കാത്ത വീട്ടിലുള്ള കഷ്ണങ്ങളെ കൊണ്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കൂ, എന്നിട്ട് അഭിപ്രായങ്ങൾ പറയുക. എൻ്റെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ എല്ലാവരും ലൈക്ക് ചെയ്യണം. അതേപോലെ എല്ലാവരും അഭിപ്രായങ്ങൾ എഴുതണം കേട്ടോ. പിന്നെ ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കണം. ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത് തന്നെ കാണാം കേട്ടോ. താങ്ക് യു.